അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വൈബ്സ് വിത്ത് ഷാന. എന്തൊക്കെ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് നാളുകൾ ശേഷം ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഫസ്റ്റ് സെയിലിൽ വന്നിട്ടുള്ളത് നമ്മുടെ കലാത്തിയ വെറൈറ്റിയിൽപ്പെട്ട, അതുപോലെ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടൊക്കെ എന്നും ഭംഗിയോടെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കലാത്തിയ വിഭാഗത്തിൽപ്പെട്ട നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. ലൈറ്റ് ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോംബോ ഇലകളാണ് ഇതിന് വരുന്നത്. നല്ല ഭംഗിയുള്ള അഫോർഡബിൾ റേറ്റിൽ വരുന്ന ഒരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ചെടിയാണ്. രണ്ടാമത്തെ കാണിക്കുന്നത് നമ്മുടെ അഗ്ലോണിമ. നമുക്കറിയാം, അഗ്ലോണിമയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ടല്ലേ. അതിൽ എപ്പോഴും തുടക്കക്കാർക്ക് ഒരു അഗ്ലോണിമ ചെടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, തുടക്കക്കാർക്ക് എപ്പോഴും അഫോർഡബിൾ ആയിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു വെറൈറ്റി എന്ന് പറയുന്നതാണ് അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്. അപ്പം നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ ഇവയ്ക്ക്. മൂന്നാമത്തെ വെറൈറ്റി നമ്മുടെ കലാത്തിയയിൽപ്പെട്ട ഒരു വെറൈറ്റി തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ് കേട്ടോ. ഈ ഇലകൾ കണ്ടു നോക്കും, അതിൽ എത്ര നിറങ്ങളാണ്. അതുപോലെ തന്നെ റോസ്, വൈറ്റ്, ഒരു യെല്ലോ ഷെയ്ഡും കൂടി വരുന്ന ഒരു ഇലകളാണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ്. നമുക്കിത് ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗി നമ്മൾ വീട്ടിന് കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ള ഇലകളാണ്. അതുപോലെ തന്നെ കലാത്തിയ വെറൈറ്റിയിൽപ്പെട്ട മറ്റൊരു വെറൈറ്റിയാണ്. നമുക്കെപ്പോഴും ഭംഗിയോടെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഇലച്ചെടിയാണിത്. കാരണം ഇതിൻ്റെ ഇലകൾക്ക് തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. ഒരു ഷെയ്ഡ് ഇട്ട പോലെ, നമ്മൾ പെൻസിൽ കൊണ്ട് വരച്ച പോലെ ഒരു ഷെയ്ഡായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഈ പ്ലാന്റ് നോക്കും, എപ്പോഴും നല്ല ഔട്ട്ഡോറൊക്കെ ആയിട്ട് വെച്ചാലും നല്ല ഭംഗിയായിട്ടുള്ള അതുപോലെ ഇൻഡോറായിട്ട് വെച്ചാലും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. കാരണം ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല ഭംഗിയോടെ സൂക്ഷിക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ്. കാരണം മഴക്കാലമാണ്. അപ്പോൾ എപ്പോഴും ഇലച്ചെടികളാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഭംഗിയോടെ വെക്കാൻ കഴിയുക. അതുപോലെ തന്നെ കലാത്തിയ വെറൈറ്റിയിൽപ്പെട്ടൊരു മറ്റൊരു ഐറ്റമാണ് കേട്ടോ. അതിന് കണ്ടോ, ചെറിയ പൂക്കളൊക്കെ വരുന്നൊരു ചെടിയാണ്. കലാത്തിയിൽ തന്നെ പൂക്കളിടുന്ന വെറൈറ്റികളുമുണ്ട്. ഇത് കണ്ടോ, ഒരു ഷെയ്ഡാണ്, മയിൽപ്പീലി പോലെ എന്നൊക്കെ പറയാൻ നമുക്ക് ഷെയ്ഡ് വരുന്നതാണ്. ഇതൊരു വേറൊരു ഇലച്ചെടിയാണ് കേട്ടോ. കലാത്തിയ ഭാഗത്തിൽപ്പെട്ട ചെടി തന്നെയാണ്. ഇതിൻ്റെ ഇലകൾക്ക് നേരത്തെ നമ്മൾ കാണിച്ചതിനെ ഒരപേക്ഷിച്ച് ഇതിന് കളർ വ്യത്യാസമാണ്. ഇതിൽ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ കോംബോ ആണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ചെടി നോക്കൂ, നമുക്കറിയാം വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ ടച്ചിങ് ആണെന്ന് വരുന്നത്. ഇതെല്ലാം നമ്മുടെ കലാത്തിയിൽപ്പെട്ട വെറൈറ്റി പ്ലാന്റ്സുകളാണ് കേട്ടോ. അടുത്ത് വരുന്ന ഇലകളും കുറച്ച് നീളം കൂടിയ ഇലകളാണ്. ഒരു ഗ്രേ കളർ, അതുപോലെ തന്നെ പച്ച ഷെയ്ഡാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഈ ചെടി. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. വേണ്ടവരെ DM ചെയ്തോളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ബ്ലാക്ക് കളറിൽ നമ്മുടെ ലൈറ്റ് പിങ്കിഷ് കളറാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഇത്. കണ്ടോ, കുറച്ച് വലിയ ഇലകളാണ് ഉള്ളത്. കുറച്ച് ഗ്രേ കളർ ആൻഡ് ഒരു പച്ച കളറും കൂടിയിട്ടുള്ള ഒരു ചെടികളാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഈ പ്ലാന്റ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഔട്ട്ഡോറായിട്ടൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. ഉൾഭാഗത്ത് വയലറ്റ് കളറും അതുപോലെ തന്നെ ഇലകളുടെ സൈഡിലും ഒരു വയലറ്റ് കളറാണ് വരുന്നത്. അതുപോലെ തന്നെ ഇംബേഷ്യൻസ് ബാൾസത്തിൻ്റെ കുറച്ച് കട്ടിങ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. കട്ടിങ്സ് ഉള്ള പ്ലാന്റ്സിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റി കളർ എന്ന് പറയുന്നത് നല്ല ഓറഞ്ച് കളറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നല്ല കട്ടിങ്സാണ്, നല്ല തിക്കോട് കൂടിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ്, പെട്ടെന്ന് തന്നെ പിടിക്കുന്ന പൂക്കളാണ്. ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് ഇത്. നല്ല ഡാർക്ക് റോസ് കളർ വരുന്നതാണ്. ഇതിൻ്റെ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള കട്ടിങ്സ് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ DM ചെയ്തോളൂ. അതുപോലെ തന്നെ നമ്മുടെ സാദാ ബാൾസത്തിൻ്റെ കുറച്ച് കട്ടിങ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വെറൈറ്റി കളർ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെല്ലാം ഇംബ്യൂഷൻസ് ബാൾസത്തിൻ്റെ കട്ടിങ്സാണ്. ഞാനിതിൻ്റെ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സിൻ്റെ വണ്ണം കാണിച്ച് കണ്ടോ നല്ല അത്യാവശ്യം വണ്ണം വരുന്ന കട്ടിങ്സാണ് ഉള്ളത്. അതിൽ തന്നെ നല്ല കളർ വരുന്ന നോക്കൂ, നല്ല ഡാർക്ക് റോസ് കളറിൽ വരുന്ന ഒരു പോപ്പിയാണിത്. ഒരുപാട് പൂക്കൾ നിൽക്കും. നമുക്ക് കുറച്ച് കെയർ കൊടുത്താൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ് പോപ്പി. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചെടിയാണ് ബാൾസം. ഇതിനെ തന്നെ കണ്ടോ, വേറൊരു ലൈറ്റ് ഓറഞ്ച് കളറാണെന്ന് പറയാം. ലൈറ്റ് ഒരു ഓറഞ്ച് കളർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ്സ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങിയിട്ടുണ്ട്. അവരെല്ലാം ഫീഡ്ബാക്ക് തന്നു. ഒരുപാട് നിങ്ങൾ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതിൽ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വേണ്ടവർ പെട്ടെന്ന് തന്നെ DM ചെയ്തോളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ വരുന്ന ഒരു വൈറ്റ്
രണ്ട് കളർ മിക്സ്ഡാണ് കേട്ടോ. കണ്ടോക്കി ഓറഞ്ച് വൈറ്റ് എന്ത് ഭംഗിയല്ലേ കാണാൻ. ചെറിയ ചെറിയ പൂക്കളാണെങ്കിൽ പോലും ഒരുപാട് പൂക്കൾ ഉണ്ടാകും. ഇന്ന് നമുക്ക് പൂക്കൾ തരും. പോപ്പിച്ചെടി എനിക്ക് നല്ല രസത്തിലുണ്ട് കണ്ടോ. ഇതിൽ തന്നെ 2 പ്ലാന്റ് വരുന്നത് കേട്ടോ, വൈറ്റും അതുപോലെ തന്നെ വൈറ്റിൽ ഒരു ഓറഞ്ച് ഷെയ്ഡും കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ സെയിൽ വീഡിയോ. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ.